എന്നോ അല്ല. ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ബോർഡ് തത്വമസി എന്നാണ്. അക്ഷരം 4 ഉള്ളൂ എങ്കിലും വാക്ക് 1 ഉള്ളൂ എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും 3 വാക്കുകളുടെ സമഞ്ജസമായ സമ്മേളനമാണ് ഈ ഒറ്റ വാക്ക്. തത്ത് ത്വം അസി. തത്ത് എന്ന് വെച്ചാൽ അത്. ത്വം എന്ന അക്ഷരത്തിന്റെ അർത്ഥം നീ, അസി ആകുന്നു. തത്വമസിയുടെ അർത്ഥം അത്, നീ ആകുന്നു എന്നാണ്. അപ്പൊ ഭക്തൻ ചിന്തിക്കുന്നു ഏത് എന്ന്. കഠിനമായ വ്രതമൊക്കെ അനുഷ്ഠിച്ച് അയ്യപ്പനെ കാണാൻ ചെന്നപ്പോ അയ്യപ്പൻ നിശബ്ദനായി ഭക്തനെ അറിയിക്കുന്നു അത് നീ ആകുന്നു എന്ന്. ഭക്തൻ ചിന്തിക്കുന്നു ഏത് എന്ന്. അപ്പൊ അയ്യപ്പൻ തന്നെ നിശബ്ദനായി ഭക്തനെ അറിയിക്കുന്നു നീ എന്തു തേടി ഇവിടെ വന്നോ അത് നീയാകുന്നു. നീ എന്തു കാണാനാണോ ഇവിടെ വന്നത് അത് നീയാകുന്നു. നീ എന്ത് അന്വേഷിച്ചാണോ എന്റെ മുന്നിലെത്തിയത് അത് നീ തന്നെയാകുന്നു. അതുകൊണ്ടാണല്ലോ നീ എന്നെ കാണാൻ വ്രതമെടുത്ത സമയം മുതൽ ആളുകൾ നിന്നെ എന്റെ പേര് വിളിച്ചത് സ്വാമി എന്ന്, അയ്യപ്പ എന്ന്. അമ്മമാരെയും സഹോദരിമാരെയും വിളിക്കുന്നത് മാളികപ്പുറത്ത് അമ്മേ എന്നാണ്. ഇങ്ങനൊരു മതം ലോകത്ത് വേറെയില്ല. അവിടെ ഇരിപ്പുണ്ടൊരു മുസ്ലിം, അയ്യപ്പനോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്ത മുസ്ലിം, യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിം. അയ്യപ്പൻ തള്ളിക്കളഞ്ഞില്ല, കൂടെ വിളിച്ചോണ്ട് പോയി അടുത്തിരുത്തി. എന്നെ കാണാൻ വരുന്നവർ നിന്നെ കൂടെ കണ്ടിട്ടേ പൂജിച്ചിട്ടേ എന്നെ കാണും. ഒരു മുസ്ലിം യുവാവ് ശബരിമലയിൽ ഇരുന്നു കൊണ്ട് തരുന്ന ഭസ്മം 2 കൈയും നീട്ടി വാങ്ങി നമ്മുടെ ശിരസിനായി നെറ്റിയിൽ അണിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് വാവരി മുസ്ലിമേ ശരണമയ്യപ്പ എന്നല്ല, വാവരി സ്വാമിയേ ശരണമയ്യപ്പ എന്നാണ്. ഇതാണ് ഭാരതത്തിൽ സനാതന ധർമ്മത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാണ് ഈ മതത്തിന് സനാതനം എന്ന പേര് നൽകിയത്. സനാതനം എന്ന പദത്തിന്റെ അർത്ഥം അനശ്വരമായത്, ഒരിക്കലും നശിക്കാത്തത് എന്നാണ്. ഭാരതീയ സങ്കല്പത്തിൽ ദേവാലയങ്ങളിൽ കൂടി ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, രാഷ്ട്രീയ ഭേദമന്യേ വളർത്തിയെടുത്ത സംസ്കാരത്തിന്റെ ശാസ്ത്രം ഒരുമിച്ചു ചർച്ച ചെയ്യാൻ ആളില്ലാതെ പോയ കുറവ് പരിഹരിക്കുന്ന ജോലി മാത്രമേ ഇതേപോലെയുള്ള യജ്ഞങ്ങളിലൂടെ നാം ഏറ്റെടുക്കാവൂ. ആ സംസ്കാരത്തെ നിലനിർത്തുവാനുള്ള ആയുസ്സും ആരോഗ്യവും തരണമെന്ന പ്രാർത്ഥന മാത്രം മതി ദേവാലയത്തിൽ വന്ന്. 16 വർഷക്കാലം മാത്രം ജീവിച്ചിരിക്കുന്ന നല്ല പുത്രൻ വേണോ, 100 വർഷക്കാലം ജീവിച്ചിരിക്കുന്ന ദുഷിച്ച പുത്രൻ വേണോ എന്ന് മക്കളില്ലാത്ത ദമ്പതികളോട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ചോദിച്ചപ്പോൾ അല്പം വിഷമത്തോടെയാണെങ്കിലും 16 വർഷക്കാലം മാത്രം ജീവിച്ചിരിക്കുന്ന നല്ല പുത്രൻ മതി എന്ന് പറഞ്ഞ ദമ്പതികൾക്ക് മാർക്കണ്ഡേയൻ എന്ന കുഞ്ഞ് ജനിക്കുകയും ഓരോ ദിവസവും ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ട് ആ ശിവലിംഗത്തിന്റെ മുന്നിലിരുന്ന് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാ അമൃതാത് എന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ 16ാമത്തെ പിറന്നാൾ വാർഷിക ദിനത്തിൽ പോത്തിന്റെ പുറത്ത് കാലനെത്തിയപ്പോ തന്റെ മകന്റെ അവസാനത്തെ പിറന്നാളാണല്ലോ എന്ന് ചിന്തിച്ച മാതാപിതാക്കൾ ബോധരഹിതരായി നിലംപതിച്ചു കിടന്ന സമയത്ത് തന്റെ നേരെ വരുന്ന കാലന്റെ കയ്യിൽ നിന്ന് വരുന്ന തന്റെ മരണക്കയർ കണ്ട് ആ കാലനോട് മാർക്കണ്ഡേയൻ പറഞ്ഞത് ദുർഗാ പരമേശ്വരിയെ ചിന്തിച്ച് ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് നാളെ മുതൽ പറയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ. അല്ലയോ യമരാജ, അങ്ങക്കെന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങ് കാലനാണെങ്കിൽ അങ്ങയുടെയും കാലനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാലന്റെ കാലനായ ശ്രീപരമേശ്വരനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങക്കെന്നെ ഇന്ന് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് കാലന് പരാജയത്തോടെ തിരിച്ചു പോകാനേ സാധിച്ചുള്ളൂ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ബാധ്യത കരിയ സങ്കല്പത്തിൽ ഒരർത്ഥമുണ്ടെന്ന് അവനെ പഠിപ്പിക്കണം. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കൂടി എല്ലാ ദിവസവും ദേവാലയത്തിൽ വരണം. നമ്മൾ അങ്ങനെയല്ല. അച്ഛൻ ഓഫീസിൽ പോകും, അമ്മ അമ്പലത്തിൽ വരും, മോൻ ട്യൂഷൻ മാസ്റ്റർ എടുത്തിരിക്കും. കുഴപ്പം എന്തെങ്കിലും വന്നാൽ എല്ലാം ഭഗവാന്റെയും ഭഗവതിയുടെയും കുഴപ്പം. മിടുക്കെന്തെങ്കിലും വന്നാൽ അത് എന്റെ ഗുണം കൊണ്ടെന്ന് ചിന്തിക്കുന്ന അഹന്ത നമ്മെ തളർത്തി. ഭാര്യയും ഭർത്താവും കൂടെ ദേവാലയത്തിൽ വരില്ല, മക്കളും കൂടെ ദേവാലയത്തിൽ വരില്ല. സൈക്കിളെ നടക്കുന്നവൻ സ്കൂട്ടർ വാങ്ങിയ പിന്നെ അമ്പലത്തിൽ വരില്ല. അമ്പലത്തിൽ വരുന്നയാള്, സ്കൂട്ടറെ വരുന്നയാള് കാർ വാങ്ങിയാൽ പിന്നെ അമ്പലത്തിൽ വരില്ല. 50 കാറുകൾ ഉണ്ടാവും ഞായറാഴ്ച ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുന്നിൽ രാവിലെ. കുടുംബസഹിതമേ അവർ വരൂ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിക്ക് 100 കാറുകൾ ഉണ്ടാവും മുസ്ലിം ദേവാലയത്തിന്റെ മുന്നിൽ. നമ്മുടെ ആളുകളുടെ കാറൊക്കെ കാണണമെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ബാറിന്റെ മുന്നിൽ പോയി നോക്കിയാൽ മതി. ഓരോ ഭഗവാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഓരോ കാർ അവിടെ നിരന്ന് നടക്കുന്നത് കാണാം. എന്നിട്ട് പറയുമോ കരിയുണ്ടോ, തൊഴാറുണ്ടോ, എങ്ങനെ തൊഴണമെന്ന് അവൻ അറിയാമോ? നമ്മളൊക്കെ ശ്രീകോവിലിന്റെ മുന്നിൽ പോയി ദീപാരാധന കണ്ടു തൊഴാൻ നിൽക്കുമല്ലോ. ദീപാരാധനയ്ക്ക് തൊഴാൻ നട അടച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണു തുറന്നോട് നിന്ന് സംസാരിച്ചോണ്ടൊക്കെ നീക്കും. ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. എന്റെ ദേവി, ഞാനിങ്ങനെ വന്നേ ഉള്ളൂ, എനിക്കിത് കാണണ്ട, ഞാൻ ഇനി ഇത് കഴിഞ്ഞേ തുറക്കൂ. എന്നിട്ട് പുറത്തുപോയി പറയുമോ 18 കൊല്ലമായി ആ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടു തൊഴുന്നുള്ളൂ, യാതൊരു പ്രയോജനമില്ല. പരീക്ഷയിൽ കുട്ടി ജയിച്ചാൽ അവൻ
പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും പരാജയപ്പെട്ടാൽ അധ്യാപകൻ പഠിപ്പിച്ച അധ്യാപകൻ മോശമായതുകൊണ്ടും എന്ന് പറയുന്നത് പോലെ ദേവാലയങ്ങളെ കുറ്റം പറഞ്ഞവരല്ലേ നമ്മൾ? ദേവാലയത്തിൽ വന്നാൽ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് നിൽക്കാൻ ആചാര്യന്മാർ പറഞ്ഞു. കണ്ണടച്ച് നിശബ്ദയായി ആ വിഗ്രഹത്തെ വിശേഷേണ ഉള്ളിൽ ഗ്രഹിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരിക്കുന്ന പൊരുളാണ് അതിനുള്ളിൽ ഇരിക്കുന്ന എന്ന ചിന്തയോടെ 25 വയസ്സേക്ക് കിട്ടും വെളിയിൽ വാങ്ങിക്കാൻ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനിയും. ആർക്കും വേണ്ട. 25 വയസ്സേ ഉള്ളൂ, ആർക്കും വേണ്ട. പ്രപഞ്ചത്തിലെ മുഴുവൻ ശാസ്ത്രത്തെയും തന്റെ ഉള്ളം കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മിയിൽ തുടങ്ങി തത്വമസിയിലെത്തി പ്രകൃതി സ്വരൂപം ബ്രഹ്മയിലെത്തിയ പച്ച മലയാളത്തിലെ ശാസ്ത്രം ഒരൊറ്റ വീട്ടിലുമില്ല, വായിക്കാറുമില്ല. അരി അടുപ്പത്തിടുന്ന അമ്മ അരി വെന്തോന്നറിയാൻ എല്ലാ അരിയും എടുത്ത് പരിശോധിക്കണം. കലത്തിലെ എല്ലാ അരിയും എടുത്ത് പരിശോധിക്കണ്ട. തവിയിൽ കുറെ അരി എടുക്കും, തവിയിൽ വന്ന എല്ലാ അരിയും പരിശോധിക്കില്ല. ഒരു വറ്റെടുത്ത് 2 വിരലുകളുടെ മധ്യത്തിൽ വെച്ച് ഒരു കലം അരിയുടെ വേവറിയുന്നത് പോലെ ഈ പ്രകൃതിയെ മുഴുവൻ പഠിക്കാൻ നിന്നെ പഠിച്ചാൽ മതി എന്ന ശാസ്ത്രം ദേവാലയമാകുന്ന സർവകലാശാലയിൽ നിന്നാണ് ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നത് എന്ന് നാളെ മുതൽ അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പ്രദേശത്തുകാർ ഏറ്റെടുക്കണം. ദേവാലയത്തിൽ വരുമ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളും കണ്ണടച്ചുകൊണ്ട് നിൽക്കണം. ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതിന് മുൻപൊരു സിഗ്നൽ മണി പൂജാരി അടിക്കും, യൂണിയൻ പൂജാരി അല്ലെങ്കിൽ. തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ പൂജാരിമാരിലും യൂണിയനുണ്ട്. ആ യൂണിയൻ പൂജാരി അല്ലെങ്കിൽ നട തുറക്കുന്നതിന് മുൻപ് സിഗ്നൽ മണി അടിക്കും. നട തുറക്കാൻ പോന്നു, തയ്യാറായി നിന്നോളൂ എന്നാണ് അർത്ഥം. അല്പം കഴിയുമ്പോൾ നട തുറക്കുമ്പോ കണ്ണിമ വെട്ടാതെ ദീപാരാധന കണ്ടു തൊഴണം. 3 ദീപം കൊണ്ടുള്ള ആരാധന, അത് കഴിഞ്ഞ് ധൂപം കൊണ്ടുള്ള ആരാധന, അത് കഴിഞ്ഞ് കർപ്പൂരം കൊണ്ടുള്ള ആരാധന, 9 ആരാധന. നവഗ്രഹങ്ങളെ സങ്കല്പിച്ച ശ്രീകോവിലിനുള്ളിൽ ഈ 9 ആരാധന നടക്കുമ്പോ കണ്ണിമ വെട്ടരുത്. കണ്ണുള്ളവരെല്ലാം കാണുന്നില്ലല്ലോ, ചെവിയുള്ളവരെല്ലാം ആ ചെവി കൊണ്ട് കേൾക്കുന്നില്ലല്ലോ, നാവുള്ളവരെല്ലാം ആ നാവ് കൊണ്ട് സംസാരിക്കുന്നില്ലല്ലോ. ആ ചെവിയെ കൊണ്ട് കേൾപ്പിക്കുന്ന, ആ കണ്ണിനെ കൊണ്ട് കാണിക്കുന്ന, ആ നാവിനെ കൊണ്ട് ചലിപ്പിക്കുന്ന ഒരു അത്ഭുത ശക്തിയെ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ചുള്ളൂ. ഇന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞനും അത് അംഗീകരിക്കുന്നു. ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്താൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ, എക്കോൺ, എനർജി. എനർജി എന്ന് വെച്ചാൽ ശക്തി. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ശക്തി സ്വരൂപിണി എന്ന് വിളിച്ചു. കടലിനെ നോക്കി അമ്മയെന്ന് വിളിച്ചു, പ്രകൃതിയെ നോക്കി അമ്മേ ശക്തി സ്വരൂപിണി എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ഗരീയസി എന്ന് ലങ്കയിൽ നിന്നുകൊണ്ട് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞതും ആ മഹാസങ്കല്പത്തിന്റെ ആന്തര്യാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. പെറ്റ അമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് നീയ എന്ന് പറഞ്ഞത് ഈ സംസ്കാരത്തിന്റെ ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ സ്കൂളിൽ സിലബസ് ഇല്ല, കോളേജിൽ സിലബസ് ഇല്ല. ഈ സംസ്കാരം എന്താണെന്ന് പഠിക്കാൻ നാളെ മുതൽ ഈ സർവകലാശാലയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ദേവാലയ സങ്കല്പം പഠിക്കണം. ആറ്റത്തെ പരമാണുവിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഏറ്റവും അവസാനം എനർജി ശക്തിയിൽ ചെന്നു നിൽക്കുന്നു എന്ന് പണ്ട് പറഞ്ഞപ്പോ ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നു എനർജിക്കും അപ്പുറത്ത് ഒരു പ്രകാശവലയമുണ്ടല്ലോ, ലൈറ്റ് വേവ്സ് ഉണ്ടല്ലോ എന്ന്. ഉണ്ട്, അത് പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പ്രായമുള്ള അമ്മമാരൊക്കെ ദേവാലയത്തിൽ വന്ന് പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. പരമാണു ആറ്റം, പ്രകാശം ലൈറ്റ് വേവ്സ്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം എന്ന് പ്രഖ്യാപിച്ച സംസ്കാരത്തിന്റെ ശാസ്ത്രം ദേവാലയത്തിൽ നിന്ന് പഠിക്കണം പ്രിയപ്പെട്ടവർ. അത് ഏറ്റെടുക്കാനും നിലനിർത്തുവാനുമുള്ള ഉത്തരവാദിത്വം നാം പങ്കിടുമ്പോ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന, എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്ന, എല്ലാ ദിവസവും ഈശ്വരീയ സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ചു സമയം മാറ്റിവെക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഭാരതത്തിൽ ജീവിക്കാൻ അവസരം ലഭിക്കൂ. ലോകത്തിന് മുഴുവൻ മാതൃകയരുളിയ ഒരു മഹാസംസ്കാരം ഈ മണ്ണിലുണ്ട്. പ്രപഞ്ചം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ന് ഭാരതത്തിലേക്കാണ്. ലോകത്തിന് മുഴുവൻ ചൈതന്യമരുളുന്ന ഒരു സംസ്കാരം, ഒരു കുടുംബസങ്കല്പം, ഒരു ദേവാലയ ദർശനം, അതിന്റെ ശാസ്ത്രീയമായ ഒരു സമുച്ചയം ഈ മണ്ണിലുണ്ടെന്നറിയാവുന്നത് കൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന രാജാവിനെ അല്ല നമ്മൾ മാനിച്ചത്, പൂജിച്ചത്. രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് രാജാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്ത ആചാര്യന്മാരെയായിരുന്നു. ഭൂകമ്പം ഉണ്ടായപ്പോ നമ്മളൊക്കെ പത്രത്തിലും മീഡിയകളിലും വായിക്കുകയും കാണുകയും ചെയ്തല്ലോ ഒരു വരി, പ്രകൃതി മനുഷ്യനോട് കാട്ടിയ ക്രൂരത എന്ന്. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഭൂകമ്പം ഉണ്ടായപ്പോ, കഴിഞ്ഞ വർഷം ജനുവരി മാസം 26-ാം തീയതി ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോ എല്ലാവരും പറഞ്ഞ ഒറ്റ വരി, പ്രകൃതി മനുഷ്യനോട് കാട്ടിയ ക്രൂരത എന്നാണ്. നമ്മളൊക്കെ പ്രകൃതിയെ പൂജിക്കുന്നവരല്ലേ?
ആ പ്രകൃതി മനുഷ്യനോട് എങ്ങനെ ക്രൂരത കാട്ടും? ഒരിക്കലുമില്ല എന്ന് നമ്മൾ പ്രചരിപ്പിക്കണം. മനുഷ്യൻ പ്രകൃതിയോട് കാട്ടിയ ക്രൂരതയുടെ ഫലമാണ് ഭൂകമ്പത്തിലൂടെ അനുഭവിച്ചത്.